ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കി പാർലമെന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം. ചരിത്ര നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിൽ 14 ബില്ലുകൾ അവതരിപ്പിക്കുകയും 12 ബില്ലുകൾ പാസാക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പ്രത്യേക ചർച്ചയും ഈ സമ്മേളനത്തിൽ നടന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ലയെ പാർലമെന്റ് ആദരിച്ചു. മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ, ആന്റി ഡോപ്പിംഗ് ബിൽ, ഇന്ത്യൻ പോർട്സ് ബിൽ, ഓൺലൈൻ ഗെയിമിംഗ് ബിൽ തുടങ്ങിയവയാണ് ഈ സമ്മേളനത്തിൽ പാസാക്കിയ സുപ്രധാന ബില്ലുകൾ. ഈ സമ്മേളനത്തിലാകെ 37 മണിക്കൂർ മാത്രമേ സഭ കൂടിയിട്ടുള്ളൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചർച്ചകൾക്കായി കൂടുതൽ സമയം നീക്കിവെക്കാൻ അംഗങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. लगातार गतिरोध और नियोजित व्यवधान के कारण हम केवल 37 घंटे ही चर्चा कर पाए. इस सत्र में जिस भाषा का आचरण किया गया, जिस तरीके की नारेबाजी की गई, ये सदन की मर्यादाओं के अनुरूप नहीं है. हमें एक स्वस्थ परंपराओं का निर्माण करना चाहिए. ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. തുടർന്ന് സ്പീക്കർ സഭ പിരിച്ചുവിടുകയായിരുന്നു. രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. 2 തവണ നടപടികൾ നിർത്തിവച്ച ശേഷം ഉച്ചയ്ക്ക് 2:30 രാജ്യസഭയും പിരിഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആന്റ് റെഗുലേഷൻ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും ഇന്ന് അംഗീകരിച്ചതോടെയാണ് ബില്ല് പാസായത്. യുവാക്കളെയും ദുർബല ജനവിഭാഗങ്ങളെയും അത്തരം ഗെയിമുകളുടെ പ്രതികൂല സാമൂഹിക, സാമ്പത്തിക, മാനസിക സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഓൺലൈൻ മണി ഗെയിമുകൾ വാഗ്ദാനം ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും സൌകര്യമൊരുക്കുന്നതും പൂർണ്ണമായും നിരോധിക്കുന്നതിനുള്ള വ്യവസ്ഥ ബില്ലിലുണ്ട്. നിയമം ലംഘിച്ചാൽ 3 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴ ലഭിക്കാനുള്ള വ്യവസ്ഥയും ബില്ലിലുണ്ട്. പാർലമെന്റ് അംഗീകരിച്ച ഓൺലൈൻ ഗെയിമുകൾക്കെതിരെയുള്ള ബില്ലിന് പിന്തുണയുമായി സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും. ഓൺലൈൻ ഗെയിമിംഗിനെതിരെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിനെക്കുറിച്ച് കണ്ണൂർ സ്വദേശിനി സീമ ആകാശവാണി വാർത്തകളോട്. നമ്മുടെ യുവതലമുറയുൾപ്പെടെ ഇന്ന് ഈ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന്റെ പിറകെ പോയി ചതിക്കുഴികളിൽ പെട്ടുപോവുക പതിവായിരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയെ എന്തുകൊണ്ടും ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു ബില്ലിലൂടെ സാധിക്കും എന്നതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ഗംഗാനദിക്ക് കുറുകെ 2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിച്ച ആന്റസിമാരിയ 6-വരി പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിൽ 5,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിടും. പശ്ചിമബംഗാളിലെ ജനങ്ങൾ ബിജെപിയെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനമാണ് ബിജെപിയുടെ അജണ്ടയെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി ഇന്ന് പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ 17ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലും അടുത്ത മാസം 9-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഏറ്റവും ദൃഢവും സ്ഥിരതയുമുള്ള ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ.
യോജിച്ച ഭൌമരാഷ്ട്രീയ താൽപര്യങ്ങൾ, നേതൃതല സഹകരണം, പൊതുജന പിന്തുണ എന്നിവയാണ് ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന്റെ പ്രധാന ചാലക ശക്തികളെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി മോസ്കോയിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരത്തിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും ഊർജ്ജ സഹകരണം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ദീപാവലി, ഛഠ് ഉത്സവങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്ത് 12,000 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഒക്ടോബർ 13 മുതൽ 26 വരെ യാത്ര ചെയ്യുന്നവർക്കും നവംബർ 17 മുതൽ ഡിസംബർ 1 വരെ മടക്കയാത്ര നടത്തുന്നവർക്കും റിട്ടേൺ ടിക്കറ്റുകളിൽ 20% കിഴിവ് നൽകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബഹിരാകാശ മേഖലയിൽ രാജ്യം അഭൂതപൂർവമായ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചതായി ISRO ചെയർമാൻ വി നാരായണൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രോ ഇതിനോടകം മികച്ച നിരവധി ദൌത്യങ്ങൾ പൂർത്തിയാക്കി. ബഹിരാകാശ വ്യവസായത്തിൽ മുന്നേറ്റം കൈവരിച്ചതായും 10 വർഷത്തിനിടെ 300ഓളം സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശുഭാൻഷു ശുക്ല കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന്റെ ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്ക് ഗുണകരമാകുമെന്ന് ശ്രീ വി നാരായണൻ വ്യക്തമാക്കി. During the last 6 months, 3 important missions are accomplished, and Axiom 4 mission is a very prestigious mission. We have successfully accomplished, and the first Indian is sent to safely to International Space Station and brought back safely. You are having the Gaganyaan 3 with us, Subhashan Suklaji, and GSLV F-16 rocket placing the most prestigious NASA ISRO synthetic aperture radar satellite on July 30th. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും. കൊച്ചിയിൽ നാളെ നടക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ശ്രീ അമിത്ഷാ പങ്കെടുക്കും. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം. ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. 21,87,667 പേരാണ് മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത നേടിയത്. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പീരുമേട്ടിൽ നിന്ന് CPI MLA ആയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. തീർത്ഥാടകർക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഓൺലൈനിൽ ഉംറ വിസകൾക്ക് അപേക്ഷിക്കാനും അനുബന്ധ സേവനങ്ങൾ ബുക്ക് ചെയ്യാനും സൌകര്യമൊരുക്കി സൌദി അറേബ്യ. ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് നുസുക് ഉംറ സേവനം ആരംഭിച്ചത്. തീർത്ഥാടന പ്രക്രിയ കാര്യക്ഷമമാക്കാനും തീർത്ഥാടന അനുഭവം മെച്ചപ്പെടുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ലയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശുഭാൻഷു ശുക്ല കൈവരിച്ച നേട്ടങ്ങളെ ശ്രീ സിംഗ് അഭിനന്ദിച്ചു. ശുഭാൻഷു നടത്തിയ സുപ്രധാന പരീക്ഷണങ്ങൾ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി തുടങ്ങിയവയെക്കുറിച്ച് ചർച്ച ചെയ്തതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 134ാമത് ഡ്യൂറൻ കപ്പ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം മറ്റന്നാൾ പശ്ചിമബംഗാളിൽ നടക്കും. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 5:30-നാണ് മത്സരം. തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 1 വിക്കറ്റ് ജയം. കാലിക്കറ്റ് ഉയർത്തിയ 139 റൺസ് പിന്തുടർന്ന ഏരീസ് കൊല്ലം 1 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. പ്രതികൂല കാലാവസ്ഥയിലും വലിയ തിരക്കാണ് ശനിയാഴ്ച നട തുറന്ന മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചതായി പാക് മനുഷ്യാവകാശ കമ്മീഷൻ. കൊലപാതകങ്ങൾ, നിർബന്ധിത മതപരിവർത്തനങ്ങൾ, ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ എന്നിവ ക്രമാതീതമായി ഉയർന്നെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കി പാർലമെന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം.
ചരിത്ര നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.